ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ എൻഗേജ്മെൻറ്റൊക്കെ അൽഹംദുലില്ലാ നല്ല റാഹത്തായി തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഷോർട്സ് മാത്രമേ ഞാനിതിൽ അപ്ലോഡ് ചെയ്യുള്ളൂ. ഒരു ഷോർട്സ് ഞാനിതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ കമൻസ് ഒന്നും കണ്ടില്ല. അത് മനസ്സിലായിട്ട് എന്തോ അറിയില്ല. എന്തായാലും ഞാൻ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. പറ്റുമെങ്കിൽ പിൻ ചെയ്ത് വെക്കാം, കാരണം ഷോർട്സ് ആണല്ലോ. അതുപോലെ തന്നെ ഷോർട്സ് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ കേട്ടോ. ലോങ് വീഡിയോ ചെയ്യാൻ അതിന് മാത്രം വീഡിയോസുകളൊന്നും ഞാൻ അപ്ലോഡ് ചെയ്യാനുള്ളത് എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ, തിരക്ക് കാരണമൊന്നും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ചെറിയ ഷോർട്സ് 2-3 ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊക്കെ കാണുക. അപ്പോൾ ഇന്നത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിങ്ങനെ പറയാണ്, നിനക്ക് അങ്ങോട്ട് വഴി അറിയുമോ? ഒരാളോട് നമുക്ക് ചോദിക്കാം, നിനക്ക് അങ്ങോട്ട് വഴി അറിയുമോ? ഡു യു നോ ദ വേ ദർ? നിനക്ക് അങ്ങോട്ട് വഴി അറിയുമോ? ഇനി നമുക്ക് ഇങ്ങനെ ചോദിക്കണം, നിനക്ക് അങ്ങോട്ട് വഴി അറിയില്ലേ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കിയിട്ട് ചോദിക്കണം. നിനക്ക് അങ്ങോട്ട് വഴി അറിയില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡോണ്ട് യു നോ ദ വേ ദർ? ഡോണ്ട് യു നോ ദ വേ ദർ? നിനക്ക് അങ്ങോട്ട് വഴി അറിയില്ലേ? നെക്സ്റ്റ്, എനിക്കങ്ങോട്ട് വഴി അറിയില്ല എന്ന് പറയണമെങ്കിലോ, എനിക്കങ്ങോട്ട് വഴി അറിയില്ല. ഐ ഡോണ്ട് നോ ദ വേ ദർ. ഐ ഡോണ്ട് നോ ദ വേ ദർ. എനിക്കങ്ങോട്ട് വഴി അറിയില്ല. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിൻ്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിന് ശേഷം നമ്മൾ ആൻസറും പറഞ്ഞു അല്ലേ. നെക്സ്റ്റ്, എനിക്ക് വഴി അറിയാമായിരുന്നു പക്ഷേ ഇപ്പോൾ ഓർമ്മയില്ല എന്ന് പറയാറുണ്ടല്ലോ. എനിക്ക് വഴി അറിയാമായിരുന്നു പക്ഷെ ഇപ്പോൾ ഓർമ്മയില്ല എന്നെങ്ങനെ പറയാം? ഐ ന്യൂ ദ വേ അല്ലേ. ന്യൂ ദ വേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് വഴി അറിയാമായിരുന്നു എന്നാണ്. അപ്പം ഐ ന്യൂ ദ വേ, എനിക്ക് വഴി അറിയാമായിരുന്നു. ഐ ന്യൂ ദ വേ ബട്ട് ഐ ഡോണ്ട് റിമെമ്പർ ഇറ്റ് നൗ. എനിക്ക് വഴി അറിയാമായിരുന്നു പക്ഷേ ഇപ്പോൾ ഓർമ്മയില്ല. ഓക്കെ, നെക്സ്റ്റ്, ഞാൻ 2 മാസം മുമ്പ് അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ 2 മാസം മുമ്പ് അവിടെ പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെ പറയാ? ഇപ്പം അവിടെയൊന്നും അല്ല, ഈ ഒരു സിറ്റുവേഷനാണ് കേട്ടോ. അപ്പം നമുക്കവിടെ എന്ത് യൂസ് ചെയ്യാം? ഐ ഹാഡ് ബീൻ, പോയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഐ ഹാഡ് ബീൻ ദർ 2 months ago. ഐ ഹാഡ് ബീൻ ദർ 2 months ago. ഞാൻ 2 മാസം മുമ്പ് അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇനി വേണമെങ്കിൽ അവിടെ നമുക്ക് വെൻറ്റ് യൂസ് ചെയ്തും പറയാം കേട്ടോ. ഐ വെൻറ്റ് 2 months ago എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, നെക്സ്റ്റ്, ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ടോ അങ്ങോട്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ടോ ആ സ്ഥലത്തേക്ക് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ടോ അങ്ങോട്ട് എന്ന് ചോദിക്കുമ്പം ഈസ് ഇറ്റ് വെരി ഫാർ അല്ലേ, ദൂരമുണ്ടോ എന്നാണ്. ഈസ് ഇറ്റ് വെരി ഫാർ ഫ്രം ഹിയർ ദാറ്റ് പ്ലേസ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഈസ് ഇറ്റ് എ ലോങ് വേ ഫ്രം ഹിയർ ടു ദർ എന്ന് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ്, ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ദൂരമുണ്ട് എന്നെങ്ങനെ പറയാം? ഇറ്റ് ഈസ് 2 kilometers ഫ്രം ഹിയർ. ഇറ്റ് ഈസ് 2 kilometers ഫ്രം ഹിയർ. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ദൂരമുണ്ട്. നിങ്ങൾ അങ്ങോട്ട് ബസ്സിലാണോ പോകാറ്? നമ്മൾ ചോദിക്കാറുണ്ടല്ലേ. നിങ്ങൾ അങ്ങോട്ട് ബസ്സിലാണോ പോകാറ്? ക്വസ്റ്റ്യൻ ആണ്. ഡു യു യൂഷ്വലി ഗോ ദർ ബൈ ബസ്? ഡു യു യൂഷ്വലി ഗോ ദർ ബൈ ബസ്? ഇവിടെ യൂഷ്വലി എന്താണ്? നിങ്ങൾ പതിവായിട്ട് ബസ്സിലാണോ പോകാറ് എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡു യു യൂഷ്വലി ഗോ ദർ ബൈ ബസ്. ഞാൻ അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകാറില്ല, ഞാൻ അങ്ങോട്ട് തനിച്ച് പോകാറില്ല എന്ന് പറയാറുണ്ടല്ലോ. നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഞാൻ പോകാറില്ല, ഐ ഡോണ്ട് ഗോ അല്ലേ. ഐ ഡോണ്ട് ഗോ, ഞാൻ അങ്ങോട്ട് പോകാറില്ല. ഐ ഡോണ്ട് ഗോ ദർ എലോൺ എന്ന് പറയാം. അല്ലെങ്കിൽ ഇത് പതിവായി നമ്മൾ ചെയ്യാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ ഐ ഡോണ്ട് യൂഷ്വലി ഗോ ദർ എലോൺ എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ ഒരിക്കലും അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകാറില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ നെവർ ഗോ ദർ എലോൺ എന്ന് വേണമെങ്കിലും പറയാം. ഐ നെവർ ഗോ ദർ എലോൺ എന്ന് വേണമെങ്കിലും പറയാം. നെക്സ്റ്റ്, ഞാൻ മാസത്തിൽ ഒരിക്കൽ പോകാറുണ്ട്.
ഇങ്ങനെ പറയാ, ഞാൻ മാസത്തിൽ ഒരിക്കൽ പോകാറുണ്ട്. ഐ ഗോ ദർ വൺസ് എ മന്ത്. അതായത് ഞാൻ അങ്ങോട്ട് മാസത്തിൽ ഒരിക്കൽ പോകാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഐ ഗോ ദർ വൺസ് എ മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ ഒരിക്കൽ എന്നാണ്. അപ്പോൾ ഐ ഗോ ദർ വൺസ് എ മന്ത്. ഐ ഗോ ദർ വൺസ് എ മന്ത്. ഞാൻ മാസത്തിൽ ഒരിക്കൽ അങ്ങോട്ട് പോകാറുണ്ട്. ഇനി അത് പതിവായി പറയുന്നൊരു കാര്യമായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ യൂഷ്വലി യൂസ് ചെയ്ത് പറയാം. ഐ യൂഷ്വലി ഗോ ദർ വൺസ് എ മന്ത് എന്ന് പറയാം കേട്ടോ. വേണമെങ്കിൽ അങ്ങനെയും പറയാം. ഞാൻ മാസത്തിൽ ഒരിക്കൽ അവളെ വിളിക്കാറുണ്ട്. ഇങ്ങനെ പറയാം, ഐ കോൾ ഹർ വൺസ് എ മന്ത്. ഐ കോൾ ഹർ വൺസ് എ മന്ത്. ഞാൻ മാസത്തിൽ ഒരിക്കൽ അവളെ വിളിക്കാറുണ്ട്. നെക്സ്റ്റ്, ഞാൻ 2 മാസം കൂടുമ്പോൾ നാട്ടിൽ പോകാറുണ്ട്. ഞാൻ 2 മാസം കൂടുമ്പോൾ നാട്ടിൽ പോകാറുണ്ട്. ഇങ്ങനെ പറയാറുണ്ടല്ലോ. ഐ ഗോ മൈ ഹോം ടൗൺ. എന്താണ് ഈ ഹോം ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജന്മനാട് അല്ലെങ്കിൽ നമ്മുടെ സ്വദേശം ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹോം ടൗൺ എന്ന് പറയുന്നത്. ഐ ഗോ ടു മൈ ഹോം ടൗൺ 2 മാസം കൂടുമ്പോൾ എന്നാണ്. അപ്പം ഇങ്ങനെ പറയാം, എവറി 2 years അല്ലേ. 2 മാസം കൂടുമ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ പോകാറുണ്ട്. നെക്സ്റ്റ്, ചിലപ്പോൾ അവൻ അവിടെ ഉണ്ടാകില്ല. സിമ്പിൾ സെൻറ്റൻസ് ആണ്, എന്നാൽ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. ചിലപ്പോൾ അവൻ അവിടെ ഉണ്ടാകില്ല. സംടൈംസ് ഹി വോണ്ട് ബി ദർ. സംടൈംസ് ഹി വോണ്ട് ബി ദർ. ചിലപ്പോൾ അവൻ അവിടെ ഉണ്ടാകില്ല. നിനക്കിപ്പോൾ വരാൻ കഴിയുമോ? ഞാൻ ചോദിക്കാറുണ്ടല്ലോ, നിനക്ക് ഇപ്പോൾ വരാൻ കഴിയുമോ? നിനക്ക് കഴിയുമോ? ക്യാൻ യു കം അല്ലേ. വരാൻ കഴിയുമോ എന്നാണ്. ക്യാൻ യു കം നൗ. ക്യാൻ യു കം നൗ. നിനക്കിപ്പോൾ വരാൻ കഴിയുമോ? നെക്സ്റ്റ്, എനിക്കിപ്പോൾ വരാൻ കഴിയില്ല, കാരണം ഞാൻ ടൗണിലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ ബസ്സില്ല. കുറച്ച് ഒരു ലോങ് സെൻറ്റൻസ് ആണ്. എന്നാൽ നമുക്ക് സിമ്പിളായി പറയാം അല്ലേ. എനിക്കിപ്പോൾ വരാൻ കഴിയില്ല. ഐ കാൺട്ട് കം നൗ ബിക്കോസ് ഐ ആം ഇൻ ടൗൺ. എനിക്കിപ്പോൾ വരാൻ കഴിയില്ല കാരണം ഞാൻ ടൗണിലാണ്. ആൻഡ് ദർ ഇസ് നോ ബസ് ഫ്രം ഹിയർ ടു ദർ റൈറ്റ് നൗ. ഓക്കെ, എനിക്കിപ്പോൾ വരാൻ കഴിയില്ല കാരണം ഞാൻ ടൗണിലാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ അങ്ങോട്ട് ബസ്സില്ല. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്കുള്ളൊരു സെൻറ്റൻസാണ്, ഞാൻ ബസ് കിട്ടിയാൽ വേഗം വരാം എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയുമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും സെൻറ്റൻസ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എൻഗേജ്മെൻറ്റിൻ്റെ ഷോർട്സ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഇനിയും കഴിയുമെങ്കിൽ ഒരു ഷോർട്സും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യാം. ഒരുപാട് പേര് കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ചാനലിൽ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അതും ഷോർട്സ് മാത്രമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.